ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം മൊത്തം എത്ര പ്രവർത്തനം ഉണ്ടാവും? 8 പ്രവർത്തനം ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ 6 പ്രവർത്തനം എഴുതിയാൽ മതി. അപ്പോൾ അറിയാവുന്ന 6 പ്രവർത്തനങ്ങൾ എഴുതിയാൽ മതി. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ സമയം നിങ്ങൾക്ക് അറിയാവുന്ന 6 പ്രവർത്തനങ്ങളൊക്കെ റൗണ്ട് ഇട്ട് വെക്കുക. ആ ചോദ്യങ്ങൾ നല്ലവണ്ണം വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 1. A museum keeps the object or their remains that were once used by man. അപ്പം മ്യൂസിയം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇതിനു മുന്നേ ഉള്ള ചോദ്യ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മ്യൂസിയത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? കീപ്സ് ദ ഒബ്ജക്റ്റ് ഓർ ദെയർ റിമെയിൻസ് ദാറ്റ് വർ വൺസ് യൂസ്ഡ് ബൈ മാൻ. ഒരു കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കൂ. ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ദ റിമെയിൻസ് അസോസിയേറ്റ് ഫ്യൂണറൽ പ്രാക്ടീസസ് ഇൻ ഏൻഷ്യൻ ടൈംസ് റൈറ്റ് ദെയർ നെയിംസ്. അപ്പോൾ 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ആ 2 ചിത്രങ്ങളും നമ്മുടെ പ്രാചീന കേരളത്തിലെ ഫ്യൂണറൽ പ്രോസസ്സുമായിട്ട്, അതായത് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട റിമെയിൻസ് ആണ്. അതെന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ആ കാണുന്ന എന്താണ്? നന്നങ്ങാടി എന്നാണ് പറയുന്നത്. ഒരു പോട്ട് പോലെ, അല്ലെ ഒരു വലിയ കലം പോലെ കാണുന്നതാണ് നന്നങ്ങാടി. ഓക്കെ, രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഒരു എന്താണ് കുട ഷേപ്പിലാണല്ലേ ഉള്ളത്. മുന്നിലൊരു മുകളിൽ ഒരു കുടയുടെ ഷേപ്പാണ്. ഇതിനെ കുടക്കല്ല് അല്ലെങ്കിൽ അംബ്രല്ല സ്റ്റോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? നന്നങ്ങാടി, രണ്ടാമത്തേത് കുടക്കല്ലുമാണ്. ഇനി രണ്ടാമത്തെ ബി ചോദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ decided to set up a history museum under the leadership of the social science club. അപ്പോൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഒരു മ്യൂസിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വാട്ട് ആർ ദ തിങ്സ് ടു ബി കളക്റ്റഡ് ഇൻ ദ ഹിസ്റ്ററി മ്യൂസിയം. അപ്പോൾ ആ ഒരു മ്യൂസിയത്തിൽ നിങ്ങൾ എന്തൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്? അവിടെ ഓൾഡ് യുട്ടൻസിൽസ്, പഴയ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പിന്നെ നമുക്ക് ഓൾഡ് പാം ലീവ്സ്, അതായത് പനയോലകൾ, ഓൾഡ് കോയിൻസ്, അതൊക്കെ നമുക്ക് എഴുതാം. ഓൾഡ് കോയിൻസ്, പഴയ നാണയങ്ങൾ, അതേപോലെ എഴുത്തോലകൾ, പാം ലീവ്സ്, ഇതൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ദർ വിൽ ബി എ പീസ് ഇൻ ദ കിങ്ഡം ഓൺലി ഇഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ കോ എക്സിസ്റ്റ് ഹാർമണസ്ലി. അപ്പോൾ ഒരു പീസ്, സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്താണ്? അവിടെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കണം, ഒരുമിച്ച് ജീവിക്കണം. ടു എൻഷുർ ദിസ് ഇൻ ഇറ്റ്സ് എംപയർ അശോക അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് ധമ്മ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാനായ അശോക ചക്രവർത്തി എന്ത് ചെയ്തു? ഒരു പോളിസി ഇൻവെൻറ്റ് ചെയ്തു. ഒരു പോളിസി അദ്ദേഹം നടപ്പിലാക്കി. അതിൻ്റെ പേരാണ് ധമ്മ. ഈ ഒരു എഴുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ വായിക്കുന്ന ഈ പാസേജ് ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അശോക അഡോപ്റ്റ് ചെയ്ത ആ പോളിസിയുടെ പേരെന്താണ്? നെയിം ദ പോളിസി ദാറ്റ് ടേക്കൺ ബൈ അശോക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധമ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ ധർമ്മ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. റൈറ്റ് ഡൗൺ എനി 4 മെയിൻ ഐഡിയൽസ് ഓഫ് അശോകാസ് പോളിസി ഓഫ് ധമ്മ. അപ്പോൾ ധർമ്മയുടെ 4 പോളിസീസ് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒന്നാമത്തേത് ഒബേ പാരൻസ്. നമ്മുടെ പാരൻസിനെ നമ്മൾ അനുസരിക്കുക. ഒബേ പാരൻസ്. റെസ്പെക്റ്റ് ഗുരുസ്. ഗുരുക്കന്മാരെ ആദരിക്കുക. പിന്നെ ഡിനൗൺസ് ആനിമൽ സാക്രിഫൈസ്. ഓക്കെ, എക്സ്പ്രസ് ടോളറൻസ് ടുവേർഡ്സ് എവറി റിലീജിയൻസ്. എല്ലാ റിലീജിയൻസിനോടും നമ്മൾ സഹിഷ്ണുത പുലർത്തുക. ഷോ കൈൻഡ്നസ് ടുവേർഡ്സ് ഫെല്ലോ ക്രിയേച്ചേഴ്സ്. എല്ലാവരോടും കൈൻഡ്നസ്, ജീവികളോട് നമ്മൾ കൈൻഡ്നസ്, ദയ കാണിക്കുക. അപ്പോൾ ഒബേ പാരൻസ്, റെസ്പെക്റ്റ് ഗുരുസ്, ഡിനൗൺസ് ആനിമൽ സാക്രിഫൈസ്, എക്സ്പ്രസ് ടോളറൻസ് ടുവേർഡ്സ് എവറി റിലീജിയൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ബി ചോദ്യമാണ്. വിച്ച് വഹാർ കോസ്റ്റ് എംപറർ അശോക ടു ആക്സെപ്റ്റ് ബുദ്ധിസം. ഏത് യുദ്ധമാണ് അശോകൻ്റെ മനംമാറ്റത്തിന് കാരണം? അശോകൻ ഭയങ്കര പോരാളിയായിരുന്നു. ഭയങ്കര നിഷ്കരണം വധിച്ച് രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കാൻ, അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു പ്രശസ്തമായ ഒരു യുദ്ധമുണ്ട്, ഒരു വാറുണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? കലിംഗ വാറാണ്. അപ്പോൾ കലിംഗ യുദ്ധത്തിലൂടെയാണ് അശോക ചക്രവർത്തിക്ക് മാനസാന്തരപ്പെടുത്തി എന്ത് ചെയ്തത്? ബുദ്ധമതം സ്വീകരിച്ചത്. നമ്മൾ 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ എലിവേഷൻ ഫ്രം ദ സീ ലെവൽ ദ ഫിസിയോഗ്രഫി ഓഫ് കേരള ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉയരം അനുസരിച്ച് നമ്മൾ കേരളത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ. മിഡ് ലാൻഡ്, ഹൈലാൻഡ്, പിന്നെന്താണ് ലോ ലാൻഡ്. അങ്ങനെ 3 ലാൻഡായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒബ്സർവ് ദ ഔട്ട്ലൈൻസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ റീജിയൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഏരിയാസ് ബിറ്റ്വീൻ എലിവേഷൻ ഓഫ് 7.5 മീറ്റേഴ്സ് ആൻഡ് 75 മീറ്റേഴ്സ് എബോവ് സീ ലെവൽ. അപ്പോൾ എന്താണ് എബോവ് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. 7.75 മീറ്റേഴ്സിന് എന്താണ് പറയുക? മിഡ് ലാൻഡ് എന്ന് ഈ നമ്മുടെ മാപ്പിൽ എന്താ താഴത്ത് നിങ്ങൾ കാണുന്നില്ലേ, മിഡ് ലാൻഡ്. 7.5 to 75 മീറ്റേഴ്സ് സീ ലെവലിൽ നിന്ന് ഉയർന്ന സ്ഥലങ്ങളെ നമ്മൾ മിഡ് ലാൻഡ് എന്നാണ് വിളിക്കുക. ഇനി ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 75 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവൽ. സീ ലെവലിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ളതിനെയാണ് നമ്മൾ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിഡ് ലാൻഡും ഹൈലാൻഡും ആണ്. ഒന്ന് മിഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ 7.5നും 75 മീറ്ററിനും ഇടയിലുള്ള സ്ഥലങ്ങളെയാണ് മിഡ് ലാൻഡ് എന്ന് പറയുന്നത്. 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളെ നമ്മൾ ഹൈലാൻഡ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം ഇവിടെ ഫിസിയോഗ്രഫിക്ക് തന്നിട്ടുണ്ട്. ലോ ലാൻഡിൻ്റെ ഫിസിയോഗ്രഫിയും അതേപോലെ ആദ്യത്തെ എന്താണെന്നാണ് എഴുതേണ്ടത്. ആദ്യത്തെ ഫിസിയോഗ്രഫി എന്താണ്? മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഈസ് എ ഫോറസ്റ്റ്. മിക്ക സ്ഥലങ്ങളും എന്താണ്? ഫോറസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ക്ലൂ നോക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഹൈലാൻഡ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫിസിയോഗ്രഫി ഫസ്റ്റ് ഏതാണ്? ഹൈലാൻഡ് ആണ് അവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ 3 ഫീച്ചേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. അത് 2 ഫീച്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻ ഈസ് ഫോറസ്റ്റ്. മുഴുവൻ സ്ഥലം എന്തായിരിക്കും? ഫോറസ്റ്റ് ആയിരിക്കും. ഹൈലാൻഡിൽ ഫോറസ്റ്റ് ആണ്. രണ്ടാമത്തെ നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് അവിടെ കൊടുക്കാം. എന്താണ്? ഹൈലാൻഡ് ഈസ് ദ മോസ്റ്റൻ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് കേരള. അല്ലെങ്കിൽ നദികൾ, റിവേഴ്സ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ഹൈലാൻഡ്. നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ്? ഹൈലാൻഡിൽ നിന്നാണ്. അതൊക്കെ നമുക്ക് എഴുതാം. പിന്നെന്താ മൂന്നാമത്തെ പോയിൻ്റായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 75 മീറ്റേഴ്സ് എലിവേഷൻ ഫ്രം സീ ലെവൽ. ഇനി അടുത്ത് നോക്കാം. ഫിസിയോഗ്രഫി ഓഫ് ലോ ലാൻഡ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ദിസ് ഈസ് എ സാൻഡി ട്രാക്റ്റ്. ഒരു മണൽപ്പരപ്പുള്ള സ്ഥലമാണ്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്താം? ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്സ് ഫൗണ്ട് ഹിയർ. ബാക്ക് വാട്ടേഴ്സും അതേപോലെ തന്നെ ലേക്സും തടാകങ്ങളും ഇവിടെയാണ് കാണപ്പെടുന്നതെന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ ഇൻ മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ദർ ഇസ് നോ ഫോറസ്റ്റ്. ഈ ലോ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ എന്താണ്? ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ എന്താണ്? മാംഗ്രോവ്സ് ധാരാളമുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ലോ ലാൻഡിൻ്റെ പ്രത്യേകത ആയിട്ടും അതേപോലെ തന്നെ ഹൈലാൻഡിൻ്റെ പ്രത്യേകത ആയിട്ടും എഴുതാം. അപ്പോൾ നമ്മുടെ 10ാമത്തെ യൂണിറ്റായ ഇൻ ദ ലാൻഡ് ഓഫ് കേരളയിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഫിസിയോഗ്രഫി. 3 ഡിവിഷൻ ഓഫ് ഫിസിയോഗ്രഫി: ഹൈലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ്. അപ്പോൾ ഇത് പലതരത്തിൽ ഈ ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വരാം. അങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിൻറ്റ്, നിങ്ങൾ 3 പോയിൻറ്റ്സും നല്ലവണ്ണം പഠിച്ചിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ്, 3 എണ്ണത്തിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 15th election to the Kerala Legislative Assembly were held on April 6, 2021. Given below are the stages that must be followed during the election process in the correct order. അപ്പോൾ ഇവിടെ സ്റ്റേജസ് ഓഫ് ഇലക്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ഷൻസിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്കൊരു ഇലക്ഷനൊക്കെ ഈ സമയത്ത് ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേജസ് ഓഫ് ഇലക്ഷനിൽ ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണ്? സബ്മിഷൻ ഓഫ് നോമിനേഷൻ സമർപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, ഈ നോമിനേഷൻ കൊടുത്തത് ശരിയാണോ, അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ശരിയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും. അതാണ് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. അപ്പോൾ അടുത്ത പ്രൊസീജിയറായിട്ട് എന്താ വരിക? സബ്മിഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ.
നോമിനേഷൻ. പിന്നെ വിചാരിക്കാൻ അയാൾക്ക് ഇലക്ഷനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്നൊരാൾ വിചാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ആ നോമിനേഷൻ പിൻവലിക്കും. അതാണ് അടുത്ത പ്രൊസീജിയർ, വിത്ഡ്രോവൽ ഓഫ് എ നോമിനേഷൻ. ഈ നോമിനേഷനൊക്കെ കൊടുത്തു, സെറ്റായി, ഇലക്ഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? പോളിംഗ് ആണ്. നമ്മളെ വോട്ട് രേഖപ്പെടുത്താണ്. പോളിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കുന്നത് ഈ വോട്ട് എണ്ണലാണ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. പിന്നെ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കണം. ഇത്രയാണ് ഒരു ഇലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. എന്തൊക്കെയാണ്? ആദ്യം ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, പോളിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഏജ് ടു അറ്റൈൻ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഫോർ ആൻ ഇന്ത്യൻ സിറ്റിസൺ? അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസന് വോട്ട് ചെയ്യാൻ എത്ര വയസ്സ് ആവണം? എത്ര വയസ്സാവേണ്ടത്? 18 ഇയേഴ്സാണ്. എത്രയാണ്? 18 വയസ്സ്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഏഷ്യ ഈസ് എ കോണ്ടിനെൻറ്റ് റിമാർക്കബിൾ ഫോർ എ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഏഷ്യ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കോണ്ടിനെൻ്റാണ്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തതയുള്ള ഒരു കോണ്ടിനെൻറ്റ്, ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റ്? അപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏഷ്യനെ പറ്റിയിട്ട് എന്തെല്ലാം എഴുതാം? ഏഷ്യനെ പറ്റി നമുക്ക് എന്താ എഴുതാം? ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതാം, ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ്, ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. അത് നമുക്ക് എഴുതാം. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് എന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ എഴുതാം, വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ്. എന്താണ്? മോസ്റ്റ് പോപ്പുലേറ്റഡ് ആണ്, ലാർജസ്റ്റ് കോണ്ടിനെൻ്റാണ്. പിന്നെ അടുത്ത, ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് എന്ന് എഴുതാം. ദ കോണ്ടിനെൻറ്റ് നമുക്ക് എന്തെഴുതാം? ദ കോണ്ടിനെൻറ്റ് ഹാസ് റീജിയൻസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്. വളരെയധികം വ്യത്യസ്തമാർന്ന ക്ലൈമറ്റിക് ഫീച്ചേഴ്സാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ 4 പോയിൻ്റ് എഴുതിയാൽ മതി. ഇനി അതോടൊപ്പം തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് ഓൺ ഏഷ്യൻ കോണ്ടിനെൻറ്റ്, വിച്ച് ഈസ് ദ പീക്ക്? നമുക്കറിയാലോ, മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ്. അടുത്തത് ഒരു പോസ്റ്റർ മേക്കിംഗ് ആണ്. വളരെ എളുപ്പമാണ്. പോസ്റ്റർ മേക്കിങ്ങിലൊന്നും ആരും മാർക്ക് കൊണ്ട് കളയരുത്. ക്രയോൺസൊക്കെ കൂടെ കൊണ്ടുപോവുക. ദ റിവേഴ്സ് ലൈറ്റ്സ് ആൻഡ് ബാക്ക്വേർഡേഴ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ lives of Keralites. Prepare the poster conveying a message. Water bodies are to be conserved. അപ്പം വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അതിനെ പറ്റിയിട്ട് ഒരു മെസ്സേജുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ പോസ്റ്ററിന് ഒരു ബോക്സ് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ മെസ്സേജ് അവിടെ എഴുതി വെക്കുക. പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വെള്ളത്തുള്ളികളോ അങ്ങനെയൊക്കെ വരയ്ക്കാം. എന്നിട്ട് മനോഹരമാക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യം. അപ്പോൾ ആക്ടിവിറ്റി 6 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 ചോദ്യങ്ങളുള്ളത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന 6 എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As a way of the democracy upholds human values and individual liberty. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ വാല്യൂസിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഡെമോക്രസി? എന്താണ് ഡെമോക്രസി? ഈസ് എ സിസ്റ്റം. ഡെമോക്രസി ഈസ് ദ സിസ്റ്റം, ഒരു സിസ്റ്റമാണ്. ഇൻ വിച്ച് ദ പീപ്പിൾ ആർ ഗവേൺഡ്, ഐദർ ഡയറക്ട്ലി ബൈ ദംസെൽസ് ഓർ ബൈ ദ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഐദർ ഡയറക്ട്ലി ബൈ ദംസെൽസ് ഓർ ബൈ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചിത്രം ശ്രദ്ധിച്ചല്ലോ. ആ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ ഡസ് ദ ആക്ഷൻ ഗിവൺ ഇൻ ദ പിക്ചർ ഡിസ്ട്രപ്റ്റ് ഡെമോക്രാറ്റിക് പ്രോസസ്? റൈറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ്. അപ്പോൾ ദിസ് പിക്ചർ ഷോസ് സൗണ്ട് പൊല്യൂഷൻ അല്ലേ? സൗണ്ട് പൊല്യൂഷനാണ് പിന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്? വി വാല്യൂ ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡം വാല്യൂ ചെയ്യണം. വി വാല്യൂ ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. ഇറ്റ് ഈസ് അൺഡെമോക്രാറ്റിക്. ഇതൊരു ഡെമോക്രാറ്റിക് പരമല്ലാത്തൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മൾ സൗണ്ട് ഇങ്ങനെ വെക്കുക. ദാറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് പ്രോസസ്. പിന്നെ അതേപോലെ തന്നെ വി ഷുഡ് വാല്യൂ ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. ഇനി നമുക്ക് അടുത്ത എന്താണ്? ഇന്ത്യ ഹാസ് എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഇൻ ലാംഗ്വേജ്, ഡ്രസ്, ഫുഡ് ഹാബിറ്റ്സ്, റിച്വൽസ് ആൻഡ് ഫെസ്റ്റിവൽസ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്.
ഇവിടെ സ്റ്റേറ്റ് ഉണ്ട്. പൊങ്കൽ ഏത് നാടിൻ്റെ ഉത്സവമാണ്? തമിഴ്നാടിൻ്റെ ഉത്സവമാണ് പൊങ്കൽ. അതേപോലെ തന്നെ ആസാമിൻ്റെ ഉത്സവമാണ് ബിഹു. ഓണം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, നമ്മുടെ കേരളക്കാരുടെ ഓണമാണ്, കേരളക്കാരുടെ ഉത്സവമാണ് ഓണം. ഇനി അടുത്ത് വിച്ച് ആർ ദ ഫുഡ് ഗ്രെയിൻസ് ഓഫ് സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഇന്ത്യ. അപ്പം മെയിനായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക ആ ഭാഗത്താണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ മെയിൻ എന്താണ്? റൈസാണ്, അരിഭക്ഷണമാണ് അധികം കഴിക്കുക. അതേസമയം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആ ഭാഗത്തേക്ക്, അങ്ങോട്ടുള്ള ഭാഗത്ത് നോർത്ത് ഇന്ത്യയിൽ വീറ്റാണ് മെയിനായിട്ടുള്ള റൈസ്. അപ്പോൾ നമ്മൾ 8 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ 6 ആക്ടിവിറ്റി നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ ക്രിസ്മസ് എക്സാമോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു സെക്കൻഡ് ടേമുമായിട്ടുള്ള റിവിഷന് വളരെയധികം ഉപകാരപ്പെടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്